ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനം മീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് രാവിലെ ഒന്ന് പുറത്തു പോയിട്ട് വന്നാലോ? കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരുട്ടിയാലേ നമ്മുടെ കാർ ഒന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ ചെറിയ വഴി ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയാണ്, മുമ്പോട്ടും പുറകോട്ടും ഒക്കെ എടുത്ത് പിന്നെ ഗേറ്റ് ഒന്ന് തുറന്ന് അടച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതൊന്നും ഒന്ന് പുറത്തേക്ക് എടുക്കുന്നത്. അവിടെ ഒരു സാധനം തൂങ്ങി കിടക്കുന്ന കണ്ടില്ലേ? നമ്മൾ 25,000 രൂപ കൊടുത്ത് മേടിച്ചിരിക്കുന്നതാണ്. പിന്നെ അത് ഞാൻ താക്കാനോ പൊക്കാനോ ഒന്നും പോയിട്ടില്ല, അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. നല്ല കഷ്ടപ്പാടാണ് 3 ലെയർ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സമയത്ത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇത് പൊക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇതൊരു വാങ്ങിച്ച് തൂക്കി ഇട്ടിട്ട് കഷ്ടപ്പെടുന്നവരുണ്ടോ? ഞാനും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോവാണ്, അടുത്ത ഷോപ്പിങ്ങിന് പോവാണ് ഈ മാസത്തെ ഗ്രോസറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് മുൻപൊക്കെ നമ്മൾ ഗ്രോസറി പർച്ചേസ് ഒക്കെ നടത്തുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സെൻട്രൽ ബസാറിൽ നിന്നായിരുന്നു. ഇപ്പൊ ഞാൻ കയ്യാമ്മേനെ കൊണ്ട് പല ഷോപ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഓരോ തവണയും ഓരോ ഷോപ്സിൽ ഇങ്ങനെ പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ നക്സോസിൽ പോയിട്ടുണ്ടായിരുന്നു, ഇത്തവണ നമ്മൾ ഈ സ്മാർട്ട് ബസാറിലാണ് വന്നിരിക്കുന്നത്. മഞ്ഞ കളർ, ഇവിടെ മഞ്ഞ, ഇവിടെ മഞ്ഞ. ഹക്ക നൂഡിൽസ് ആണോ? ആ നൂഡിൽസ് വേണ്ടേ അപ്പം? ഏതാ? ആ, ഈ ഒരു സൈസ് കുട്ടി കുട്ടി ഇഡ്ഡലി ഉണ്ടാക്കുന്ന സാധനം കണ്ടോ ഏമേ? കേട്ടോ ഏമേ? ഇത് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അപ്പച്ചമ്മിനകത്ത് വെച്ചിട്ട് പൊടിയിടലി മസാലകൾ വെക്കുന്നത് മാത്രമല്ലേ? കൊള്ളാം. 899 രൂപയുടെ കപ്പ് ആൻഡ് ബോളിന്റെ സെറ്റിന് 199 രൂപ. പല കളറിലുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു ഈ റെഡ് ആൻഡ് ക്രീം കളറിന്റെ. പിന്നെ കുറെ നമ്മൾ മീഷോയിലൊക്കെ കാണുന്ന തരത്തിലുള്ള വാട്ടർ ബോട്ടിൽസ് അല്ലെങ്കിൽ കപ്പ് എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഗ്ലാസിൻ്റെത്, മെറ്റലിൻ്റെത്, പ്ലാസ്റ്റിക്കിന്റെ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും മീഷോയിലെ കഴിഞ്ഞും വിലക്കുറവിലായിരുന്നു ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ഇവിടെ ഉള്ളത്. അകത്ത് സ്റ്റീലിന്റെ ഒക്കെ വന്നിട്ട് ഒരു ഫ്ലാസ്കിന്റെ പോലെയുള്ള ചൂടൊക്കെ നിൽക്കുന്ന പോലത്തെ ടൈപ്പിലുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ് മാത്രമായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പല വെറൈറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയൊക്കെ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ടും. ഈ സാധനം കണ്ടോ? ഇത് സെറാമിക്കാ, ബൈ 1 get 1 ഫ്രീ എന്ന് പറയുന്ന സാധനമാണ്. ഇത് സെല്ലോ അച്ചാറൊക്കെ മിച്ചം വരുവാണെങ്കിൽ എടുത്ത് വെക്കാനും. കൊടുത്തു വിടാൻ പറ്റത്തില്ല, ലീക്കാവും. അങ്ങനത്തെ പറ്റത്തില്ല. പക്ഷെ ഇത് പൊട്ടുന്ന ഇത് ലിഷിക്ക് കൊടുത്തു വിടാനൊന്നും പറ്റത്തില്ല, പൊട്ടുന്ന ടൈപ്പാണ്. ഇതിന് എത്രയാ വരിക പ്രൈസ്? 80 രൂപ. ബൈ 1 get 1 ആണെന്ന് തോന്നുന്നത്. ബൈ 1 get 1 80 രൂപയ്ക്ക് 2 എണ്ണം, നഷ്ടമില്ല. പാത്രങ്ങൾ, കണ്ടെയ്നേഴ്സ്, അതിപ്പം സെറാമിക്കിൻ്റെ ആയാലും പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും എനിക്ക് ഭയങ്കര ക്രേസാണ്. അതൊക്കെ ഉള്ള സ്ഥലത്തൂടെ ഞാൻ കുറേ നേരം കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങാറുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ? നമ്മുടെ വീട്ടിലെത്തി 2 ദിവസം കൊണ്ട് അത് പൊട്ടും. ഇത്രയും വലുതുണ്ട് ഇവിടെ, ഇത്രയും വലിപ്പുണ്ട്. ഒരു ഓട്സ് ഒക്കെ കഴിക്കാനായിട്ടൊക്കെ ജസ്റ്റ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതെന്തുവാ? ഇത് സെറാമിക് ആണല്ലോ, കൊള്ളാമല്ലോ. വീഡിയോ ഞങ്ങൾ ഇതുവരെ ഗ്രോസറി നോക്കിയില്ല. ഗ്രോസറി നോക്കാൻ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുക. ഇതാണ് ഞങ്ങളെ ഷോപ്പിങ്ങിന് വന്നാലുള്ള ഒരു അവസ്ഥ. ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത് കോട്ടയത്തുള്ള സ്മാർട്ട് ബസാറിലാണ്. അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കട കണ്ടപ്പോഴേക്കും. അപ്പൊ ഇവിടെ നല്ല ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ഡ്രസ്സസിന്റെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷോർട്സും പാൻസും ടീഷർട്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. ഇതെടുത്താ പോരെ? മിക്സ്ചർ ഇതെന്തോ കിടക്കുന്ന ഡേറ്റ്സ്. ഡേറ്റ്സ് വീട്ടിലുണ്ടോ? വീട്ടിലുണ്ടോ ഡേറ്റ്സ്? ഉണ്ടോ? ശ്രദ്ധിച്ചില്ല. ശർക്കര ഒരു 80 ഗ്രാം കുറവുള്ളൂ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് സർവീസ് ആയിരുന്നു, നമ്മൾ തന്നെ തൂക്കിയെടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തൂക്കിയെടുക്കാൻ. മതി. പക്ഷേ ഇപ്പോൾ ഒരു വലിയൊരു സംഭവം സംഭവിച്ചു അവിടെ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ. തൂക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം അതിനകത്ത് ഇട്ട് കൊണ്ട് വെച്ചായിരുന്നു. കടല നേരെ താഴേക്ക് വീണു. പിന്നെ അവിടെ എല്ലാം അങ്ങ് തെറിച്ചു പോയി, കടലയല്ല അവിടെ എങ്ങും നിൽക്കത്തില്ല. പിന്നെ ഞാൻ അവിടെ പോയി പറഞ്ഞു, അവർ പറഞ്ഞു കുഴപ്പമില്ല തൂത്ത് കളഞ്ഞോളാം എന്ന് പറഞ്ഞു.
ദിനോസറിന്റെ തലയും കണ്ണൊക്കെ മൂക്കൊക്കെ ഉണ്ട് കണ്ടോ, കണ്ണും മൂക്കൊക്കെ ആയിട്ട് ഇരിക്കുക. കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കയമ്മയെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചപ്പോ ഇങ്ങനെ കൈ വെച്ചതൊന്നും കയമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്രെയിമിനകത്തൂടെ പോകുന്ന പോലെ ഉള്ളത്. രാവിലെ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞു. അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വിശന്നു. പിന്നെ അവിടെയുള്ള ആര്യ ഭവൻസിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും തരാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.